വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകം അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്ന വാർത്ത നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. അതിലിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമ്മൾ അറിയിക്കാം. അല്ല, ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വ്യക്തമായി അടുത്ത ദിവസങ്ങളിൽ അന്വേഷണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ അന്വേഷണം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വെളിവാകുന്നതനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കും. അല്ല, ഇപ്പോൾ വിട്ടയച്ചു എന്ന് തന്നെ പറയാം. അല്ല, അത് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത്. ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം ചെയ്യും. അതെ, ശരി, താങ്ക് യു. 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുകയായിരുന്നു. കൂടുതൽ വളരെ വിശദമായ പരിശോധന അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം. കൊന്നത് ഹരികുമാർ തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. അമ്മ ശ്രീധുവിൻ്റെ പങ്കിന് ഇപ്പോൾ പോലീസിന് തെളിവ് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അവരെ ഇന്ന് വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെയാണ് ശ്രീജിത്ത് ദമ്പതികളുടെ പെൺകുഞ്ഞ് ദേവേന്ദുവിൻ്റെ മൃതദേഹം വീടിനോട് ചേർന്ന കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കൊലപാതകത്തിൽ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവേന്ദുവിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് സംസ്കരിച്ചു. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ കുടുംബം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ കൈകളിലെ പാടുകൾ കിണറിലെറിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിന്റെ സഹായം ഹരികുമാറിന് ലഭിച്ചിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. രാത്രി കുഞ്ഞ് ആർക്കൊപ്പം ഉറങ്ങിയെന്നതിൽ പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു വീട്ടുകാർക്ക്. ദേവേന്ദു തനിക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഒരു മുറിയിലായിരുന്നുവെന്ന് സഹോദരി 24-നോട്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്ന് 2:30 ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 ആയപ്പോൾ പറഞ്ഞ് എൻ്റെ വാവയെ കണ്ടില്ല എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യലിനു ശേഷം ദേവേന്ദുവിന്റെ പിതാവിനെയും മുത്തശ്ശിയെയും പോലീസ് വിട്ടയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവേന്ദുവിന്റെ മൃതദേഹം മാതാവ് ശ്രീധുവിന്റെ കുടുംബ വീട്ടിലെത്തിച്ചു. കുടുംബ വീടിന് സമീപമാണ് ദേവേന്ദുവിനെ സംസ്കരിച്ചത്. സംസ്കാര ചടങ്ങിൽ പിതാവും മുത്തശ്ശിയും പങ്കെടുത്തു. 24 തിരുവനന്തപുരം. അമ്മാവൻ ഹരികുമാർ കുറ്റമേറ്റു പറഞ്ഞെങ്കിലും 2.5 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൽ ദുരൂഹതകൾ ബാക്കിയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികളിലെ വൈരുദ്ധ്യമടക്കം പലതും ഇനിയും ചുരുളഴിയേണ്ടതുണ്ട്. പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങളാണ് മണിക്കൂറുകൾക്കുള്ളിൽ മരണം കൊലപാതകമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ പോലീസിന് സംശയം കുടുംബാംഗങ്ങൾക്ക് നേരെ. പോലീസിനുണ്ടായ സംശയത്തിന് പല കാരണങ്ങൾ. അമ്മാവൻ ഹരികുമാറിന്റെ മുറിയിൽ പുലർച്ചെയുണ്ടായ ചെറിയ തീപിടുത്തം, പരിസരത്തു നിന്ന് കണ്ടെത്തിയ കുരുക്കിട്ട കയറുകളും കസേരകളും, 30 ലക്ഷം രൂപ കളവ് പോയെന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ പരാതി, കുഞ്ഞ് ആർക്കൊപ്പം കിടന്നെന്ന പരസ്പര വിരുദ്ധ മൊഴികൾ. ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിലെ മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് പഴുതുകളടച്ചു. ഒരു കൂസലുമില്ലാതെ അമ്മാവൻ ഹരികുമാറും ദേവേന്ദുവിന്റെ മാതാവ് ശ്രീധുവും അവസാന നിമിഷം വരെ പിടിച്ചുനിന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് മുന്നിൽ നിരത്തിയപ്പോൾ കള്ളം പൊളിഞ്ഞു. കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടെന്നും കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നുമുള്ള ഹരികുമാറിന്റെ മൊഴികൾ വീണ്ടും പോലീസിനെ കുഴപ്പിച്ചു. മുങ്ങിമരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലോടെ ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഇനി അറിയേണ്ടത് കൊലയ്ക്കു പിന്നിലെ കാരണമാണ്. അതെന്തായാലും പോലീസ് വെളിപ്പെടുത്തും. പക്ഷേ 2.5 വയസ്സുകാരിയോടുള്ള ഈ ക്രൂരത നെഞ്ചുലയ്ക്കുന്നതാണ്. ക്യാമറാമാൻ അനന്തൂബി നായർക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞിന്റെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അതിപ്പം പിന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. തീർച്ചയായും അത് ടൈം പിന്നെ രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം.
അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കാം. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബാലരാമപുരത്ത് നിന്ന് സലീം, വലിയ നടുക്കമുണ്ടാക്കിയ വാർത്തയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത് എന്താണ്? ഈ കൊലപാതകത്തിന്റെ കാരണമെന്ത് എന്നുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നു. പോലീസും അത് വിശദീകരിക്കുന്നില്ല ഈ ഘട്ടത്തിൽ. എന്താണ് പോലീസ് പറയുന്നത് ഒടുവിലായി സലീം? പ്രജിത്ത്, ഞെട്ടിക്കുന്ന ആരും കൊലയുടെ ഓരോ വിവരങ്ങളായി പുറത്തു വരികയാണ്. അതിലെ ഓരോ ടാസ്കുകൾ പോലീസ് പൂർത്തീകരിച്ച് വരികയാണ്. അതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതി അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതേസമയം അമ്മ ശ്രീധുവിന്റെ അറസ്റ്റ് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി അമ്മയെ വിട്ടയച്ചേക്കും. അതല്ലെങ്കിൽ ഇന്ന് കൃത്യമായ സൂചനകളില്ലെങ്കിൽ ഇന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അടുത്ത രാവിലെ തെളിവ് ബാക്കി ശേഖരണത്തിനായി വിളിപ്പിക്കും. അതിന്റെ ഈ സ്ത്രീ എന്ന പരിഗണനയും കൃത്യമായി അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ പോലീസിന് കഴിയാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഒരു ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സാധ്യതയിൽ അത്തരത്തിലൊരു സാധ്യത ലഭിക്കുകയാണെങ്കിൽ അമ്മയെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കൂടി നീങ്ങും. നിലവിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ്, അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിട്ടയച്ചിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശിയെയും രണ്ടുപേരെയും വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർക്കും ഈ റോളുണ്ടോ എന്ന്, കൊലപാതകത്തിൽ റോളുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം അവരെയും കൂടുതൽ ആവശ്യങ്ങൾക്കായി ചോദ്യം ചെയ്യലിനും മറ്റും വീണ്ടും വിളിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. കൊലപാതകത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. അപ്പോഴും ഞെട്ടിക്കുന്ന ആരും കൊലയിൽ ആദ്യ ദിവസം സംഭവം നടന്ന അതേ ദിവസം തന്നെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ ഈ അമ്മയ്ക്ക് റോളുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട്. പക്ഷേ അതിലെ ചില തെളിവുകളുടെ അഭാവത്തിൽ അമ്മയ്ക്കുള്ള റോൾ കണ്ടെത്താൻ കഴിയാത്തൊരു പ്രശ്നമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുമ്പിലുള്ളത്. എന്തായാലും അതിനുകൂടിയുള്ള സാധ്യതകളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വാട്സാപ്പ് ചാറ്റുകളുടെ ഉൾപ്പെടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രതിയിലേക്ക് പോലീസ് വളരെ വേഗം എത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ മൊഴികളിലെ വൈരുദ്ധ്യം, ഇത് സമ്മതിക്കാൻ ഉള്ള പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വാട്സാപ്പ് ചാറ്റുകൾ നിരത്തിയുള്ള തെളിവെടുപ്പിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ആ കുറ്റം സമ്മതിച്ചത് ആരെങ്കിലും രക്ഷിക്കാനാണോ എന്നുള്ളൊരു സംശയം. ദുരൂഹത ഇപ്പോഴും ബാക്കിയാണ്. ഉത്തരം കിട്ടാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സലീം മാലിക് ബാലരാമപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അമ്മയുടെ പങ്ക് സംബന്ധിച്ച് യാതൊരു തെളിവും ഈ ഘട്ടത്തിൽ പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അമ്മയെ വിട്ടയച്ചേക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മദ്യനിർമ്മാണശാല വിവാദത്തിലെ ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് തിരിച്ചുവിട്ടു പ്രതിപക്ഷം. ഇടപാടുറപ്പിക്കാൻ VRS നേതാവ് കെ കവിത കേരളത്തിലെത്തിയെന്നും അവർ എവിടെ താമസിച്ചു എന്ന് അന്വേഷിക്കണമെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടത്. LDF-നുള്ളിലെ ഭിന്നത പരിഹരിക്കാൻ അനുനയ നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ RJDയും എതിർപ്പുമായി എത്തി. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എക്സൈസ് മന്ത്രി ഇന്നലെ വിശദമായ മറുപടി നൽകിയിരുന്നു. മറുപടിക്ക് ശേഷവും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷം പക്ഷേ ആക്രമണം മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിടുകയാണ്. ഡൽഹി മദ്യനയ കേസിലെ പ്രതിയും VRS നേതാവുമായ കെ കവിതയുടെ ഇടപെടലുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നത്. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെന്റുമായിട്ട് സംസാരിച്ചത്. സ്പിരിറ്റ് ലോബിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എക്സൈസ് മന്ത്രിയുടെ ആരോപണം നിഷേധിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മദ്യനിർമ്മാണ പ്ലാന്റിലെ അഴിമതി ആരോപണം ആവർത്തിക്കുകയാണ്. ഇതാരും അറിയാതെ ഇത്ര തിടുക്കത്തിൽ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി മദ്യനയ കേസിൽപ്പെട്ട ഒരു കമ്പനിക്ക് മന്ത്രിസഭാ തീരുമാനം എടുത്തത് വഴി വൻ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. CPIക്ക് പിന്നാലെ മദ്യനിർമ്മാണ പ്ലാന്റിനെതിരെ രംഗത്ത് വന്ന ജനതാദൾ എസിനെ LDF നേതൃത്വം ഇന്നലെ അനുനയ നീക്കത്തിലൂടെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് RJD കൂടി എതിർപ്പ് പ്രകടിപ്പിച്ചത് മുന്നണിക്ക് പുതിയ തലവേദനയായിരിക്കുകയാണ്. എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. പദ്ധതി എതിർക്കുന്ന CPI കൂടി അനുനയിപ്പിക്കാനാണ് CPIഎമ്മിന്റെ ശ്രമം. 24 തിരുവനന്തപുരം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. നാളെ രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭാ ചേംബറിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരുസഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കും. ശനിയാഴ്ച രാവിലെ 11 മണിക്ക്
2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ലോക്സഭയിൽ ഫെബ്രുവരി 3-4 തീയതികളിൽ നടക്കും. രാജ്യസഭയിൽ 3 ദിവസമാണ് ചർച്ച. രാജ്യസഭയിൽ ഫെബ്രുവരി 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടായേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളിലെയും കക്ഷി നേതാക്കളുടെ സംയുക്ത യോഗം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 10 സമ്മേളനം പുനരാരംഭിച്ച് ഏപ്രിൽ 4 പിരിയും. 27 ദിവസത്തെ സിറ്റിംഗാണ് ബജറ്റ് സമ്മേളനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ച റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ തള്ളി. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ പാർലമെന്റിലെത്തിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്പീക്കറുടെ അനുമതിയോടെ JPC അധ്യക്ഷൻ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്ത ബില്ലുകളിൽ 7ാമത്തെ ഐറ്റമായാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ തഴഞ്ഞെന്ന പ്രതിപക്ഷാരോപണം ജഗദാംബിക പാൽ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയതെന്നും വിശദീകരണം. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും റിപ്പോർട്ടിൽ നിലനിർത്തിയതായാണ് വിവരം. 44 ഭേദഗതികൾ പ്രതിപക്ഷം നിർദ്ദേശിച്ചെങ്കിലും വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് തള്ളിയിരുന്നു. വിനീത VG, 24 ഡൽഹി. മലങ്കര സഭാ കേസിൽ തർക്കത്തിലുള്ള 6 പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഈ വിഷയത്തിൽ വീണ്ടും വാദം കേൾക്കാൻ ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പള്ളി ഭരണം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാൻ കോടതിക്ക് കഴിയുമോ എന്ന് പരിശോധിക്കണം. മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഹൈക്കോടതി നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ പൊതുതാൽപര്യത്തിന് യോജിച്ചതാണോ എന്നും പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ ഡൽഹിയിലെ വസതിയിൽ റെയ്ഡിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം. ഡൽഹി പോലീസ് ADM അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയ്ഡിനായി വാതിൽ തുറന്നു നൽകിയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്നു. അതിനിടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആം ആദ്മി പാർട്ടി പ്രതികരിക്കുന്നത് എന്താണ് ബൽറാം? റിജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ ഡൽഹിയിലെ വസതിയായ കപൂർത്തല ഹൗസിന് മുന്നിലാണ്. ഏതാണ്ട് 2 മണിക്കൂറോളമായി വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ഈ വസതിയുടെ ഗേറ്റ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ, അത് SDM അടക്കമുള്ള ഉദ്യോഗസ്ഥർ റെയ്ഡിനായി ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്നാൽ വാതിൽ തുറന്നു നൽകാൻ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. തുടർന്നാണ് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ റെയ്ഡിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വിവരം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള റെയ്ഡും നടക്കുന്നില്ല എന്നായിരുന്നു പ്രതികരണം. എന്നാൽ പിന്നീടാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത കൈവന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ആപ്പിൽ ലഭിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡിനായി ഇവർ എത്തിയിരിക്കുന്നത്. ഈ ആപ്പ് വഴി ലഭിച്ച പരാതി എന്നുള്ളത് ഇവിടെ നിന്നും പണം വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. തുടർന്നാണ് തങ്ങൾ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് വിശദീകരണം. എന്നാൽ പരിശോധന നടത്താൻ അനുമതി ലഭിച്ചില്ല എന്നുമാണ് വിശദീകരണം. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP അടക്കമുള്ളവർ ഈ വസതിക്ക് ഉള്ളിൽ ഉണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ അനുമതി നൽകാതിരുന്നത്, ഗേറ്റ് തുറന്നു നൽകാതെ ഇരുന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പോലെ ഉന്നത വ്യക്തിക്കെതിരെ വസതിയിൽ അന്വേഷണം നടത്തുമ്പോൾ അത് ഒരു ആപ്പിലൂടെ ലഭിച്ച സാധാരണ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പരിശോധന നടത്താമോ എന്നുള്ള ചോദ്യമാണ് പഞ്ചാബ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഭഗവന്ത് ഡൽഹിയിലെ വീടിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. റെയ്ഡിനായി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം എത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം. അമേരിക്കയിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഫിഗർ സ്കേറ്റിംഗിൽ ലോക ചാമ്പ്യന്മാർ അടക്കമുള്ള കായിക താരങ്ങളും 30 പേരുടെ മൃതദേഹം കണ്ടെത്തി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അമേരിക്കൻ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും പരിശീലകരും കുടുംബാംഗങ്ങളും വിമാനത്തിലുണ്ടായിരുന്നതായി US ഫിഗർ സ്കേറ്റിംഗ് അതോറിറ്റി വ്യക്തമാക്കി.
15 സ്കേറ്റിംഗ് താരങ്ങളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ റഷ്യൻ താരങ്ങളാണ്. മുൻ ലോക ചാമ്പ്യന്മാരായ യെവ്ഗനിയ ഷിസ്കോവ, വാഡിം നൗമോവ് എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. ദമ്പതികളായ ഇവർ 1994 ലോക ചാമ്പ്യന്മാരായത്. കെൻസസിലെ നാഷണൽ ഡെവലപ്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു താരങ്ങൾ. 300 രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. അപകടത്തിൽ അന്വേഷണം നടത്തുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. സൈനിക ഹെലികോപ്റ്ററിൽ 3 സൈനികരും ഉണ്ടായിരുന്നു. റീഗൻ വിമാനത്താവളത്തിന്റെ 33-ാം റൺവേയിലേക്ക് അടുക്കുകയായിരുന്നു വിമാനം. ഒഴിവാക്കാനാകുമായിരുന്ന ദുരന്തമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇ.ഡി. ഡെപ്യൂട്ടി ഡയറക്ടർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പരാമർശം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നും അനധികൃതമായി വായ്പ അനുവദിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി. ബാളിയൂർ മീഞ്ച സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് നോട്ടീസ് പതിച്ചത്. ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ച വാർത്ത 24 പുറത്തുകൊണ്ടുവന്നതോടെ മഞ്ചേശ്വരം MLA AK മഷറഫ് കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്തു. 24 ഇമ്പാക്ട്. 2014 തീർത്ഥയുടെ ചികിത്സയ്ക്കായി മിയാപ്പതിലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് കുടുംബം 2.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. 2019 വരെ വായ്പ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ അടവ് മുടങ്ങി. ചികിത്സയ്ക്കും പണമില്ലാതായി. പലിശയും കൂട്ടുപലിശയും ചേർത്ത് 5 ലക്ഷം രൂപ ബാങ്ക് തിരിച്ചടയ്ക്കാനാവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതയായ തീർത്ഥയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതിനിടയിലാണ് ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത്. ഈ വീട് ശരിക്കും തേച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് തേച്ച് പൊത്തുകളിൽ പാമ്പ് കയറിയിരിക്കും, പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെ പേടിച്ചിട്ട് പെട്ടെന്ന് തേച്ചത്. അപ്പോൾ അതിൻ്റേതായ പൈസ അന്നേരം പോയില്ലേ. അതുവരെ നമ്മൾ തേക്കാത്ത മണ്ണ് തറ അടിച്ചുറപ്പിച്ച് ചാണകം തേച്ചിട്ട് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പോലും ഇപ്പോഴേക്കും 2 വർഷമായുള്ളൂ അതിൽ പോലും വെച്ചിട്ട്. 24 തീർത്ഥയുടെ കുടുംബത്തിന്റെ ദുരിതം പുറം ലോകമറിഞ്ഞു. ഇതോടെയാണ് മഞ്ചേശ്വരം MLA AK മഷറഫ് തീർത്ഥയ്ക്ക് ആശ്വാസവുമായി എത്തിയത്. ലോൺ ബാധ്യത ഏറ്റെടുത്ത MLA ഒരാഴ്ചക്കകം വീടിന്റെ ആധാരം കുടുംബത്തിന് തിരിച്ചു നൽകുമെന്ന് അറിയിച്ചു. വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്കിൻ്റെ മുഴുവൻ അവരുടെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. ഏതായാലും നല്ലൊരു സങ്കട വാർത്തയാണ്. ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്കും അവരോടും ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് MLA നിലക്ക് അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയൊരു ഇളവ് അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആണെങ്കിലും ഒറ്റാഴ്ച കൊണ്ട് ആ ലോണ് ഞാൻ അവരെ തീർത്തു കൊടുക്കും. ഒരു വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് തീർത്ഥയും കുടുംബവും. 24 കാസർഗോഡ്. ബജറ്റിലെ പ്രതീക്ഷകൾ. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 24,000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക സഹായം പ്രതീക്ഷിക്കുന്നു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പയുടെ പേരിൽ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയത് പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവുള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. ഇത് ഇന്ത്യയുടെ പ്രൊജക്റ്റാണ്. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലാണല്ലോ ഓരോ പ്രൊജക്റ്റുകൾ ഇരിക്കുക. പക്ഷേ അത് ആ രാജ്യത്തിൻ്റെ ആകെയാണ്. അതിന് 5,000 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 3 വർഷത്തിനകത്താണ് അത് വെട്ടിക്കുറച്ചത്. ഒരു വർഷം 12,000 കോടി രൂപയാണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ നമുക്ക് ആ വെട്ടിക്കുറവ് വരുന്നത്. നമുക്ക് നമ്മുടെ കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നത്. ഇത്രയും പണം ഈ 12,000 കോടി വരിക എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് 36,000 കോടി രൂപയൊക്കെ ബോറോയിങ്, എഫക്റ്റീവ് ബോറോയിങ് കിട്ടുന്നിടത്താണ് ഈ 12,000 കോടി പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യത്തിലും പുനഃപരിശോധന വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുന്നണി പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും UDF വേദിയിലെത്തി PV അൻവർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമര ജാഥയുടെ മലപ്പുറം എടക്കരയിലെ യോഗത്തിലാണ് PV അൻവർ പങ്കെടുത്തത്. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിത സമയത്ത് തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PV അൻവറിന്റെ UDF പ്രവേശനം സജീവ ചർച്ചയാണ്. ഇതിന് ബലം നൽകിയാണ് PV അൻവർ UDF വേദിയിലെത്തിയത്. വന്യമൃഗാക്രമങ്ങളുടെ ഗൗരവമറിയാത്തവർ മുഖ്യമന്ത്രിയും വനമന്ത്രിയും മാത്രമാണെന്ന് PV അൻവർ. വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാള് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ വനമന്ത്രിയാണ്.
ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോ ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിന്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മലയോര ജാഥയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെന്ന PV അൻവർ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് VD സതീശൻ നേരിട്ട് അൻവറിനെ ക്ഷണിച്ചത്. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിത സമയത്ത് തീരുമാനമെടുക്കുമെന്ന VD സതീശൻ. വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞെന്താ, അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു, മനസ്സിലായി? അല്ല, ചർച്ച അത് ഞാൻ പറഞ്ഞു ഉചിതമായ സമയത്ത് അതിന്റെ തീരുമാനം വരും, ഉചിതമായ സമയത്ത്. ഇന്നലെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലും PV അൻവർ പങ്കെടുത്തിരുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ RSS ധാരണയുണ്ടെന്നും PV അൻവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി. 24 മലപ്പുറം. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 2 സ്വർണം. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസിമിനും നീന്തലിൽ ഹർഷിത ജയറാമുമാണ് കേരളത്തിനായി സ്വർണം നേടിയത്. 45 കിലോഗ്രാം വിഭാഗത്തിലാണ് സുഫ്ന ജാസ്മിൻ സ്വർണം നേടിയത്. വനിതകളുടെ 100 മീറ്റർ ബ്രസ്ട്രോക്കിലാണ് ഹർഷിത ജയറാം സ്വർണം കരസ്ഥമാക്കിയത്. ഇതുവരെ 2 സ്വർണവും 2 വെങ്കലവും നേടിയ കേരളം മെഡൽ പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.